ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഹോസ്റ്റലിലെ മെസ്സിലെ അവസാനത്തല്ല, നാളെയും കൂടിയും കഴിക്കും. സോ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേ ആണ്, ടോട്ടലി ലാസ്റ്റ് ഡേ. നാളെ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. VITയോട് ബൈ ബൈ പറഞ്ഞു ഹോസ്റ്റലിനോടും. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. സോ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ബ്രെഡും ബട്ടറും സ്ക്രാമ്പിൾഡ് എഗ്സുമാണ് ഗൈസ്. 4 പൊറോട്ട ഇന്ന് വേണ്ടാത്തതുകൊണ്ട് എടുത്തില്ല ഗൈസ്. നമ്മളതാ CBMRലെത്തി അവസാനമായിട്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ആരെന്നൊരു ബായ് പറഞ്ഞേ. എല്ലാം മിസ് ചെയ്യാൻ പോവാം ഗൈസ്. വിജനമായ VIT കോളേജാണ് നിങ്ങൾ കാണുന്നത്. മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവും. ആരുമില്ല ഗൈസ്. everyone left to their homes. Yes, everyone left VIT alone. VIT and the shops in VIT, shops opposite VIT, everyone have to take a vacation for 2 months. Everything is completely going to be closed. Only PhD scholars will be available in VIT. And അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോഴാണ് അവർക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റിയ സമയം. കാരണം ആരെയും ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. സോ ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഫ്രണ്ട്, നമുക്ക് ട്രീറ്റ് തന്നിട്ടുള്ളൊരു ഫ്രണ്ട് വീട്ടിൽ പോവാണ്. സോ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ നല്ലോണം അറിയാവുന്നതുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണാൻ പോകുന്നു. അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മേക്കപ്പ് ഇടാണ്ട് വന്നു. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. ആരോ അവര് മലയാളികളാ. അപ്പൊ നമ്മള് വ്ളോഗ് എടുക്കുന്ന കണ്ടപ്പോ അവര് ഹായ് കാണിച്ചത്. ബാക്കി ഇങ്ങനെ തിരിച്ചു അങ്ങനെ കഴിക്കാൻ പോവാണ്. സാൻഡയുടെ പപ്പയും മമ്മിയും വന്നിട്ടുണ്ട്. ഞങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ പോയി ഫുഡ് അടിക്കാൻ പോവാണ്. സ്ഥലം ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാരും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാരും നാളെ പോവാ. കരച്ചില് വരുന്നില്ല ഗൈസ്. എനിക്ക് എന്നെ വിളിച്ചില്ല മൈത്ര. ഞാൻ ഉമ്മേനെ വിടാൻ വേണ്ടി വന്നതാ. അവള് വിളിച്ചു വരാൻ പറഞ്ഞു. അതെ. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഒരു ഇവിടുത്തെ പുതിയ വെയിറ്റർ. യെസ് സർ, ഞങ്ങൾക്കൊരു ഇവിടെ എന്തൊക്കെ ഉണ്ട്? അപ്പം മുട്ടക്കറി പുട്ടുംകടല. അല്ല, എനിക്ക് അപ്പം കടലക്കറി മുട്ടക്കറി അപ്പം കടല. എനിക്ക് ഫ്രൈഡ് റൈസ് മതി. അപ്പൊ മൊത്തത്തിൽ മന്തി ചിക്കനും എങ്ങനെയുണ്ടായിരുന്നു? നീ കഴിക്കുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് എനിക്ക് ഫുഡ്? ഇന്നലത്തെയാണോ ഇന്നത്തെയാണോ? വേണ്ട, കഴിച്ചു കഴിഞ്ഞില്ല അല്ലേ? കണ്ടോ കോമ്പിനേഷൻ? ഫ്രൈഡ് റൈസ്, പുട്ട്, കറിയില്ല.
കഴിച്ചു കഴിഞ്ഞ് കാണാം. റിവ്യൂ. ആൻ്റെ അതേ അഭിപ്രായമാണോ? മറ്റേ ഇതില്ലേ കേട്ടോ പറയാം. സീക്രട്ട് സീക്രട്ട് സീക്രട്ട്. എല്ലാം കേട്ടു, ഞങ്ങളെല്ലാം എടുത്തു. അതെ, നമ്മളെല്ലാരും നമ്മളെടുത്തില്ലേ ഇവർ പറഞ്ഞ സീക്രട്ട് ഒക്കെ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലഞ്ച്. ആക്ച്വലി കണക്ക് പ്രകാരം ഇന്നലെയാണ് ലാസ്റ്റ് ലഞ്ച്. പക്ഷേ കണക്ക് പ്രകാരം ഇന്നലെയായിരുന്നു ലഞ്ചെങ്കിലും ഇന്നാണ് നമ്മുടെ ലഞ്ച്, നമ്മുടെ ഫൈനൽ ലഞ്ച് ഗൈസ്. ID കാർഡ് സബ്മിറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. വൺ ലാസ്റ്റ് ടൈം. ഇറ്റ്സ് എ റാപ്പ് ഗൈസ്. ഗോയിങ് ടു ബി ഡൺ ആൻഡ് ഡസ്റ്റഡ്. മൈ ബ്ലഡി ID കാർഡ്. 4 വർഷം കൊണ്ട് നടന്ന സാധന സ്ഥിരം. എന്ത് ചെയ്യാനാ? വിറ്റ് അതെ. അതാണ് ഹൈലൈറ്റ്. പോക്കറ്റിൽ വെച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഒരു വികാരം ഉണ്ടല്ലോ ഗൈസ്. പോക്കറ്റിൽ എല്ലാ ദിവസവും മസ്റ്റായിട്ടും വെക്കേണ്ട സാധനം. അതെ, ആ ഒരു സാധനമായിരുന്നു. ഇപ്പോൾ വിട്ട് പിരിയാൻ പോവുകയാണ് ഗൈസ്. അവസാനമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫോമും കൊടുത്ത് അങ്ങോട്ട് തീർക്കുകയാണ് ഗൈസ്. പിന്നെ ഇതെങ്ങനെ പോണേ? ആംഗിൾ നോക്കി ഫോട്ടോ എടുക്കണമുണ്ടോ? സ്നാക്സ് ആൻഡ് ടീ ഗൈസ്. നീ നാളെയും കഴിക്കും. അവൻ കഴിക്കില്ല ഗൈസ്. അവൻ ഉച്ചയ്ക്ക് പോവും, ഞാൻ രാവിലെ പോവും. അതൊന്നുമില്ല. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ ബ്രൗണിയും കൂടി കഴിക്കാൻ പോവാണ്. ഇന്നലെ മിസ്സായത് ഇന്ന് കഴിക്കുന്നു അല്ലേ അഭി? സോ ഗൈസ്, ഫൈനൽ ഔട്ട്റോ. നമസ്കാരം. அது அது அதை ஹைலைட் பண்ணும். பாய் கைஸ். பாய் கைஸ்.